ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് ശാരദാമ്മ ശ്യാമയുടേക്കും എന്താ മോളെ ഉണ്ടായത്? ശ്യാമ പറയും അവൾക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇങ്ങോട്ടായിട്ട് തന്നെ വന്നത്. അതിനിടയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ശാരദാമ്മ പറയും അവളുടെ ജാതകം ഒന്ന് നോക്കണം, ഇപ്പത് ആദ്യത്തെ തവണ അല്ലല്ലോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് പപ്പിയുടെ കാര്യത്തില് ഇനി ശരിക്കും ശ്രദ്ധ വേണം. അങ്ങനെ കുഞ്ഞിനെ കാത്തോളനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് കാറിൽ എങ്ങോട്ടോ പോകുമ്പോ ഫോണിൽ സംസാരിക്കുക. കാട്ടിന്ന് കാട്ടുപന്നിയെ മാത്രമല്ല മതേനരെ വരെ ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചിട്ടുണ്ട്. എനിക്കാണോ വിഷ്ണുവിനെ ചാടിക്കാൻ പ്രയാസം? ആ സുബേറിന്റെ കാട്ടിലെ ഏതെങ്കിലും താവളം, അല്ലെങ്കിൽ ആ ലോറി താവളത്തിലെ ഏതെങ്കിലും ഒരു ലോറിക്കാരന്റെ അടുക്കള ചായ്പ്, അവിടെ എവിടെയെങ്കിലും കാണും. ഇന്ന് അവനെ പുകച്ച് പുറത്ത് ചാടിക്കുന്ന ദിവസാടോ. താൻ കണ്ടോ, ഞാൻ വൈകിട്ട് വിളിക്കുമ്പോ എന്റെ ചുണ്ടെന്ന് ആ സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാം. താൻ കുറച്ച് 2 പെഗ് അടിച്ചിരിക്കേ, അപ്പോഴേക്കും വിഷ്ണു തീർന്നു എന്നുള്ള വാർത്ത കേട്ട് സന്തോഷിക്കാം. കൈയോടെ കിട്ടിയില്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തും ഞാൻ ആ കാട്ടുപന്നിയെ. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ടടോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും റോഡിലൊരു ബൈക്ക് ഇങ്ങനെ കുറുകെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാ. താൻ വെച്ചോ, ഒരു കുറുനരി മുന്നിൽ ചാടിയിട്ടുണ്ട്. അങ്ങനെ ബോസ് ആ കോള് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കണേ, ആരെയും കാണുന്നില്ല. ആരുമില്ലടെ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലും. ആ വണ്ടി വന്ന് നോക്കുമ്പോ തന്നെ അത് വിഷ്ണുവിന്റെ ആണെന്ന് മനസ്സിലാകും. ഇത് അവൻ തന്നെ. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അല്പസമയം അവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെരഞ്ഞു നടക്കുന്നുണ്ട്. എവിടെയും കാണാതാവുമ്പോ ആ ബൈക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ബോസ് ചുറ്റിലും നോക്കി കാറിന്റെ ഡോറ് പോയി തുറന്ന് അകത്ത് കയറാൻ നിൽക്കുമ്പോഴേക്കും ഒരു ചവിട്ടങ്ങ് കിട്ടും. അങ്ങ് ബോസ് തീർച്ച താഴേക്ക് വീഴും. വിഷ്ണു നല്ല സ്റ്റൈലായി ആ കാറിന്റെ, അതായത് ബോസിന്റെ കാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങി വരികയാണ്. വിഷ്ണുവാ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലും. തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഇപ്പതാ നിന്റെ കാറിലും വന്നു. ഇനി നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നിന്റെ മണിയറയുണ്ടല്ലോ, അവിടെയും വേണമെങ്കിൽ ഞാൻ വരും നിന്റെ കാലിനായിട്ട്. അതില് ബോസ് പറയും നീ തീർന്നടാ. ഇവിടുത്തെ കൊക്കയിട്ട് അടിവാരത്തെ നല്ല നരഭോജികളായ കാട്ടുമൃഗങ്ങൾ ഉണ്ടെന്നാ കേട്ടത്, അവർക്കൊക്കെ നീ തീറ്റയാ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോ വിഷ്ണു പറയും ഈ തീറ്റ കൊടുക്കുമ്പോ വയറ് നിറച്ച് കൊടുക്കണം എന്നാ പറയുന്നത്. കേട്ടിട്ടില്ല, അന്നദാനം മഹാദാനം. അങ്ങനെ നോക്കുമ്പോ എന്നെക്കാളും കൂടുതൽ ഇറച്ചി ഇതാ ഈ ശരീരത്തിലുള്ളത്. സർക്കാർ മുതലില് കൈയിട്ട് വാരിത്തുന്ന തടിയല്ലേ കാട്ടുമൃഗങ്ങൾ വീതിച്ചെടുക്കുമ്പോ ഇതിലുള്ള പാപക്കറയൊക്കെ കഴുകി പോയിക്കോളും. ഒന്ന് തിരിഞ്ഞു നോക്കിയാ തൊട്ടപ്പുറത്തെ വിശാലമായ കൊക്കെ അമ്മയെന്ന് വിളിക്കാൻ നാവ് പൊങ്ങുന്നതിന് മുന്നേ പണി തീരും. ബോസ് പറയും എടാ ആ തട്ട് എനിക്കും തട്ടാൽ ആരാ അങ്ങനെ പോവാൻ നമുക്ക് നോക്കുകയും ചെയ്യും. വിഷ്ണു പറയും നമ്മൾ രണ്ടാളിൽ ഒരു ആളെ ഇന്ന് ഇവിടുന്ന് പുറത്തു പോകൂ. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നമുക്ക് 2 പേർക്ക് മുന്നിലും മരണമുണ്ട്. ഇനി പറ എന്റെ ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കാൻ നീ ആർക്കാ കൊട്ടേഷൻ കൊടുത്തത്? ബോസ് പറയും എടാ ചെള്ള ചെറുക്ക, നീ എന്റെ തണ്ടിയേ അല്ല. നീ എന്നോട് മുട്ടാൻ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. വെറുതെ കൂമ്പുവാടി പെടുമരണം വാങ്ങിച്ചു കൂട്ടാൻ ഓടി നടക്കുന്നവന്റെ മുന്നിൽ എന്തിനാ എന്റെ എനർജി കളയുന്നത്? അതുകൊണ്ടാണ് നിന്നെ ഞാൻ പലപ്പോഴും വെറുതെ വിട്ടതും ഒരാണായി നീ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതും. ഇതൊക്കെ കേൾക്കുമ്പോ വിഷ്ണു ചിരിക്കുക. ബോസ് പറയും ഞാനേ നീ ചോദിച്ച സ്ഥിതിക്ക് പറയാം, അത് ചെയ്തത് ഞാൻ തന്നെയാടാ എന്ന് പറഞ്ഞങ്ങ് പൊട്ടിച്ചിരിക്കും. വിഷ്ണുവിന്റെ മുഖത്ത് നല്ല ദേഷ്യം വരും. ബോസ് പറയും പക്ഷെ നീയല്ല ഞങ്ങളുടെ ടാർഗറ്റ്, നിന്റെ ഭാര്യ കളക്ടർ മോളില്ലേ ശാലിനി. വിഷ്ണു എടാ അവളെ ഒന്ന് പൊതിഞ്ഞു കെട്ടി വീട്ടിലിരുത്താൻ വേണ്ടി കളിച്ച കളി തന്നെയാടാ ഇത്. അവളിപ്പോ ലോങ് ലീവ് അല്ലേ എടുത്തത്, ഇനി അത് അധികം വൈകാതെ ഒരു രാജിക്കത്തിൽ ഒതുക്കി തീർത്ത് ഞങ്ങളങ്ങ് തരാടാ. അവളുടെ കരിയറേ ഇപ്പൊ വൈറ്റാ, നല്ല പാലും വെള്ളം പോലെ പരിശുദ്ധം. അതിലേക്ക് ഞങ്ങള് ഇതാ നിന്റെ ഈ സ്പിരിറ്റ് കഥ അങ്ങ് ചേർക്കും. അതോടുകൂടി പരിശുദ്ധമായ പാലങ്ങ് പിരിയും. അതോടെ വൈറ്റായ അവളുടെ കരിയർ ഉണ്ടല്ലോ അതങ്ങ് തീരും. അതോടെ പോലീസ് മെഡല് ഈ വർഷത്തെ എന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് കയറും. വിഷ്ണു നിന്റെ സ്വീകരണ മുറിയിൽ കയറും, നിന്റെ നല്ല മാലയിട്ട ഫോട്ടോ, പിന്നെ നിന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സങ്കടക്കുറിപ്പുകളും. ബോസ് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. വിഷ്ണു പറയും ഇന്നിവിടെ തീരടാ നിന്റെ ആർക്കും വേണ്ടാത്ത ജന്മം എന്ന് പറഞ്ഞ വിഷ്ണു അടിക്കാനായി കൈ ഒങ്ങുമ്പോ ആ കൈ ബോസ് പിടിച്ചേക്കും. മറ്റേ കൈ കൊണ്ട് അടിക്കാൻ നിൽക്കുമ്പോ അതും പിടിച്ചു വെച്ച് വിഷ്ണുവിനെ ഒരൊറ്റ ഉന്ത് കൊടുക്കാണ്. വിഷ്ണു വീണ്ടും തല്ലാൻ വരുമ്പോ ബോസ് വീണ്ടും വിഷ്ണുവിനെയാണ് ഉപദ്രവിക്കുന്നത്. ഒരടി പോലും വിഷ്ണുവിന് അങ്ങ് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ബോസ് വിഷ്ണുവിനെ വല്ലാണ്ട് അങ്ങ് തല്ലുന്നുണ്ട്. വിഷ്ണുവിന് ഒരു ചാൻസ് പോലും കിട്ടില്ല. അങ്ങനെ വണ്ടിയുടെ അവിടേക്ക് ഉന്തിയിട്ട് ചവിട്ടി വിഷ്ണുവിനെ പിടിച്ച് തിരിക്കുമ്പോ തന്നെ ബോസ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണങ്ങ് എടുക്കും. ഇത് സർക്കാർ മുദ്രയുള്ള റിവോൾവറാടാ. ഇതിങ്ങനെ കറക്കിയാലുണ്ടല്ലോ 6 ബുള്ളറ്റുകളാ. ഇതിൽ 6ാമത്തെ ബുള്ളറ്റ് മുന്നിൽ നിൽക്കുന്നവന്റെ ചങ്കില് തന്നെ ഉന്നം വെക്കാനുള്ളതാടാ. അതാണ് അവസാനത്തെ ഐറ്റം. ബാക്കിയുള്ള 5 ബുള്ളറ്റും ജീവനോടെ പ്രതികളെ പിടിക്കാനായിട്ട് മുട്ടിന്റെ അടിയിൽ വെക്കാനായി തന്നതാ. പക്ഷെ ഞാൻ നിലവിലുള്ളതൊക്കെ അങ്ങ് മറക്കടാ, ആ നിയമവും റൂളും എല്ലാം. 1ാമത്തെ ബുള്ളറ്റിന് തന്നെ 6ാമത്തെ പണി അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ നെഞ്ചത്തങ്ങ് അമർത്തി വെക്കുക. ഒരു പ്രൊമോഷൻ, ബാക്കി ഉണ്ടകളൊക്കെ ഞാൻ വെറുതെ അങ്ങ് വെടിവെച്ച് കളയും എന്ന് പറഞ്ഞ 5 ബുള്ളറ്റും മുകളിലേക്ക് അങ്ങ് വെടിവെക്കും. ശേഷം അവസാനത്തെ ഒരെണ്ണം വിഷ്ണുവിന്റെ നെറ്റിയിൽ വെച്ചിട്ട് വരും ഇത് നിനക്കുള്ളതാടാ. അപ്പോൾ ഉദ്യോഗസ്ഥനെ
സ്വയം രക്ഷയ്ക്ക് പ്രതിക്കെതിരെ നിറയൊഴിക്കേണ്ടി വരുന്നു. ഗോഡ് ബ്ലസ് യു മൈ വിഷ്ണു, ഇനി നീ ഭൂമിയിൽ വേണ്ടടാ എന്ന് പറഞ്ഞ നെറ്റിയിൽ ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോഴേക്കും വിഷ്ണു പറയും കൊല്ലടാ കൊല്ലടാ എന്നെ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് തിരിച്ച് പിന്നെ വിഷ്ണുവിന്റെ ഊഴാണ്. അത് ഷൂട്ട് ചെയ്യാൻ റെഡിയാക്കി വെച്ച് വിഷ്ണുവും വിഷ്ണുവിന്റെ അരയിൽ വെക്കുകയാണെ. ശേഷം ബോസിനെ വിഷ്ണുവിന്റെ കയ്യിൽ ഇപ്പൊ നല്ലത് കിട്ടുന്നുണ്ട്. ആദ്യം അഴിഞ്ഞു കൊടുത്തെങ്കിലും ഇപ്പോ ബോസിനെ വിഷ്ണുവിന് കൊടുത്തതിനേക്കാളും ഇരട്ടിയായിട്ട് വിഷ്ണു പലിശയും മുതലും എല്ലാം ചേർത്തങ്ങ് കൊടുക്കുക. വിഷ്ണുവിന്റെ അടി കിട്ടിയിട്ട് ബോസ് നിലവിളിക്കുന്നുണ്ട്. ഡാ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അടിക്കാൻ പോകുമ്പോഴേക്കും ആ കൈയൊക്കെ വിഷ്ണു പിടിച്ചു വലിച്ച് തിരിച്ച് കൈകൊണ്ട് മസിലിനിട്ട് നല്ലതൊന്ന് കൊടുക്കുക. ശേഷം എന്റെ കമലിനെ നീ എന്തുവാടാ ചെയ്തത് എന്ന് പറഞ്ഞ് കമലിനെ ചവിട്ടി ആ കാല് പിടിച്ച് വിഷ്ണു അങ്ങ് തിരിക്കാണ്. എന്നിട്ട് ബോസിന്റെ ആ ഗണ്ണെടുത്തിട്ട് പറയും ആരാച്ചറ പണി നീ എടുക്കേണ്ട ബോസ്, അത് നിനക്ക് ചേരില്ല, അതിന് നിന്റെ ഈ മൂപ്പ് പോരാ. പിന്നെ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ വിഷ്ണു ആടാ. ഈ ഭൂമിയിൽ ഞാൻ എത്ര നാൾ ഉണ്ടാവണം എന്നുള്ള അവകാശേ അതോടെ തമ്പുരാന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു കോക്കിട്ട നരോധന്മാർക്കും ഞാൻ എന്റെ ജീവൻ തീരെഴുതി കൊടുത്തിട്ടില്ലടാ. സംശയം ഉണ്ടെങ്കിൽ ഇന്നടാ എന്ന് പറഞ്ഞ ഗണ്ണെ ബോസിന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ നിന്റെ കയ്യിലേക്ക് തന്നെ നിന്റെ ആയുധം തന്നിരിക്കും, പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് കൊന്നു കാണിക്കടാ എന്ന് പറഞ്ഞ് ആ കാല് പിടിച്ച് വലിച്ച് തിരിക്കുകയാണ്. വിഷ്ണു ഇപ്പൊ ബോസിന്റെ കൈയും കാലും ഒടിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷ്ണു പറയും കാണിക്കടാ, എന്റെ ജീവൻ എടുത്ത് കാണിക്കേ, നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കടാ ചന്ദ്രബോസെ, എന്നെ ഒന്ന് കൊന്നു കാണിക്കടാ. അപ്പൊ ബോസിനാണെങ്കിൽ ആ തൊട്ട് തന്റെ കൈയിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഗണ്ണ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷ്ണു പോകാനാകുമ്പോഴേക്കും ബോസ് എങ്ങനെയെങ്കിലും എടുക്കും. ഡാ എന്ന് വിളിച്ചിട്ട് ആ ഗണ്ണ് വിഷ്ണുവിന് നേരെ ഷൂട്ട് ചെയ്യണേ. എന്നാ ഒന്നും വരുന്നില്ല. അതില് വിഷ്ണു പൊട്ടിച്ചിരിക്കും. എന്താടാ പൊട്ടുന്നില്ലേ? ഉണ്ടായിരുന്നു ഉണ്ടൊക്കെ പൊട്ടിച്ചു കളഞ്ഞില്ലേ? ബോസ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും, പക്ഷെ പൊട്ടുന്നില്ല. അങ്ങനെ വിഷ്ണു പറയും എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ ഉണ്ടാവാനാ? എന്നാ ഒരെണ്ണെങ്കിലും കാണുമല്ലോ. അതെന്ത് നോക്കി കഷ്ടപ്പെടണ്ടടാ, തോക്കും കൊണ്ട് നടന്നാ പോരാ, അതിലുണ്ട് സുരക്ഷിതമായി സംരക്ഷിക്കാനും അറിയണം. അല്ലെങ്കിൽ തോക്കിലിരിക്കേണ്ട ഉണ്ടാ മറ്റുള്ളവരുടെ കയ്യിലിരിക്കും. ദാ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഉണ്ട ബോസിന് കാണിച്ചു കൊടുക്കും. ബോസിനങ്ങ് ദേഷ്യം വരും. ചേ എന്ന് പറഞ്ഞ് ആ കയ്യിലുള്ള തോക്ക് വലിച്ചെറിയും. ഇനിയിപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലല്ലോ. എന്നിട്ട് പറയും പോട്ടേടാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഡാന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കാലിൽ പിടിക്കുമ്പോ നിനക്ക് മതിയായില്ലടാ എന്ന് പറഞ്ഞ് ബോസിന്റെ കൈ പിടിച്ച് തിരിച്ച് നെഞ്ചത്ത് ആഞ്ഞ് ചവിട്ടാണ് വിഷ്ണു. നിനക്ക് മതിയായില്ലയുടെ ചെറ്റേ എന്ന് പറഞ്ഞ ഒരു ചവിട്ടും കൂടി കൊടുക്കും. ഇതിപ്പോ ബോസെ ചോദിച്ചു വാങ്ങിച്ചതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ വേദന കൊണ്ട് കരയാണ് ബോസ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാൻ രാഘവേട്ടന്റെ ചിത്രം വരയ്ക്കാണ്. കഴിയാറായോ? ഇല്ല അച്ഛാ, പകുതി ആയിട്ടുള്ളൂ. എന്തായാലും അത് നന്നായി, ഇനി സമയമാകുമ്പോ ഫോട്ടോയ്ക്ക് ഓടി നടക്കണ്ടല്ലോ. നൂറ് പറയും അച്ഛാ ഇങ്ങനെയുള്ള തമാശയൊന്നും നൂറിന് ഇഷ്ടമല്ല കേട്ടോ. രാഘവേട്ടൻ പറയും ഒരു പുരുഷായുസിലെ അനുഭവിക്കേണ്ടതിനേക്കാളും കൂടുതൽ അനുഭവിച്ചു നിൽക്കല്ലേ ഞാനിപ്പോ. ഇനി എനിക്ക് തരാൻ ഭഗവാന്റെ കയ്യിലൂടെ ഒന്നുമില്ല. കാരണം ഇനി തരണമെങ്കിൽ ഇതിന്റെ മുകളിൽ തരണ്ടേ, അത് കാണത്തില്ല. നൂറ് പറയും അത് ശരി, ഇപ്പോ ഇവിടെ ശ്രദ്ധിച്ചൊന്നും ഇരിക്കാമോ? എനിക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഫേസാ വേണ്ടത്. രാഘവേട്ടൻ പറയും അത് കിട്ടാൻ പ്രയാസാവും, എന്നാലും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചു കൊടുക്കും. വീണ്ടും സങ്കടത്തോടു കൂടി പഴയ ഓരോന്ന് പറയുമ്പോ നൂറ് പറയും വീണ്ടും തുടങ്ങി. ആര് പറഞ്ഞു സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്? വിഷ്ണുവേട്ടന്റെയും ശാലിനി ചേച്ചിയുടെയും പ്രണയ വിവാഹത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പാടില്ലേ? അതില് ഒരു സന്തോഷമല്ലേ? രാഘവേട്ടൻ പറയും ആ പറയുന്നതിലുള്ള സന്തോഷം അവർക്കും കിട്ടിയിട്ടുള്ളൂ. കാരണം അവരെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അകന്നായിരുന്നു നിന്നിരുന്നത്. നൂറ് പറയും എന്നാലും ഉണ്ടാവല്ലോ എല്ലാ കഥകളിലും ഉള്ളതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ധീരനായിരുന്നു എന്റെ മോൻ, പൗരുഷത്തിൽ ഒന്നാമൻ. വിഷ്ണു എന്നുള്ള പേര് അറിഞ്ഞിട്ടതുപോലെയായിരുന്നു അവന്റെ സ്വഭാവം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം അറിയുന്നവൻ, പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. അതുപോലെ ശാലിനിയെ കുറിച്ചും പറയണേ. ശാലിനി പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു, ഒപ്പം നല്ലൊരു പാചകക്കാരി. ശാരദാമ്മയുടെ കൈപുണ്യം അറിഞ്ഞു കിട്ടിയ മകൾ. ശാരദയുടെ പുണ്യം അതായിരുന്നു ശാലിനി. പക്ഷെ ആ ഇഷ്ടവും സ്നേഹവും അവരെ കൊണ്ട് എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവത്തിലേക്കായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിന്റെ ആദ്യ നാളെന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞതായിരിക്കുമല്ലോ. പക്ഷേ എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം തുടക്കം മുതല് അതുവരെയുള്ള കാര്യങ്ങളെ രാഘവേട്ടൻ നൂറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണേ. കല്യാണം കഴിഞ്ഞതും ശേഷം ഉണ്ടായതും പിന്നെ അവര് ഒത്തുന്നപ്പോ സുസ്മിത വന്ന് ദീപ്തിയെ അപകടപ്പെടുത്തിയതും പിന്നെ അവർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നതും അങ്ങനെയുള്ള ഓരോ കാര്യവും നൂറിനോട് പറയാം. വീട്ടിലെ ഭാമയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയും. സ്വസ്ഥത എന്താണെന്ന് എന്റെ മകൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ മകന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിനേക്കാളും നല്ലത് അവനൊരു ജീവിതം ഇല്ലാതിരിക്കുന്നത് തന്നെയാ. നൂറിങ്ങനെ നോക്കി നിൽക്കുമ്പോ രാഘവേട്ടൻ പറയും മോളുടെ വരാൻ നിർന്നല്ലേ, അതാ മോളെ പറഞ്ഞത്. വിഷ്ണുന്റെ കഥ പറഞ്ഞ നമ്മള് കരയും. അപ്പോഴേക്കും ഭാമ അങ്ങോട്ട് വരുന്നുണ്ട്. പറയാതിരുന്നാൽ അത് മനസ്സിന്റെ അകത്തട്ടിലിരുന്ന് വിങ്ങും. ഇന്നിപ്പോ മോളായിട്ട് പുറത്തെടുത്തപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു. അല്ല മോളെ, നമുക്ക് ഈ ചിത്രം പിന്നൊരു ദിവസം പൂർത്തിയാക്കാം. അതെ, അധികം അങ്ങോട്ട് പോണ്ട. അധികം അങ്ങോട്ട് പോയാ പിന്നെ മോക്ക് ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് കേട്ട് ഭാമ അവിടെ നിൽക്കുന്നുണ്ടല്ലോ.
നൂറിങ്ങനെ നോക്കുമ്പോ മാമ പറയും വിഷ്ണുവിന്റെ ജീവിതം അവനായിട്ട് നശിപ്പിച്ചതാ, അവന്റെ പിടിപ്പുകേട്. അങ്ങനെ ഞാൻ അവന്റെ കാര്യത്തിൽ പറയും, ഇനിയെങ്കിലും നല്ലൊരു ജീവിതം എന്റെ കുഞ്ഞിനുണ്ടാവണം, അതുണ്ടാവും എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും പോലീസ് വാഹനങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഇവർ ഞെട്ടിലോടെ നോക്കി നിൽക്കുക. ഇറങ്ങി വരുന്നത് അതിന് ബോസാണ്. ബോസിന് മര്യാദയ്ക്ക് ഇറങ്ങാനും നിൽക്കാനും വയ്യ. മറ്റേ വണ്ടിയിൽ നിന്ന് കുറെ പോലീസുകാർ വരുമ്പോ അവരോട് വീടിനകത്ത് കാര്യം നോക്കാൻ പറയണം. അങ്ങനെ അവരൊക്കെ അകത്തേക്ക് ഓടും. അപ്പോഴേക്ക് പൊന്നിയും അതുപോലെ ശാന്തേച്ചിയും അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് സാധനങ്ങൾ വാങ്ങി പിള്ളച്ചേട്ടനും എത്തും. ഭാമയ്ക്കും എന്താ നിങ്ങൾ കാണിക്കുന്നത്? ബോസോയ്ക്കും അവനെവിടെ? വിഷ്ണു രാഘവേട്ടൻ പറയും അവനിവിടെ ഇല്ല. ഉണ്ടാവില്ലല്ലോ, അങ്ങനെ പറയാനായിരിക്കും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവൻ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. വന്നപ്പോ അവനെ പോലീസിന്റെ നെഞ്ചത്തേക്കാ കയറ്റം. ACPയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പോയി നോക്കടോ ഏതെങ്കിലും പത്തായത്തിലോ കട്ടിലിനടിയിലോ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം പുറത്തേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഒരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബോസ് ഇവിടെ. ഇപ്പൊ ഭാമയ്ക്ക് രാഘവേട്ടനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്